ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തേയിമ്പോ എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ തേയിമ്പും പോയും ഇൻറ്റിമേറ്റ് ആവുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു എൻഡായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് തേയിമ്പും പോയും കൂടിയിട്ട് ബെഡിൽ കിടന്ന് ഉറങ്ങുന്നതാണ്. ഫസ്റ്റ് ഉറക്കം എഴുന്നേൽക്കുന്നത് തേയിമാണ്. തേയിം എഴുന്നേച്ചിട്ട് പോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉറക്കം എഴുന്നേൽക്കുന്നതും തേയിമിനോട് നീ ഇത്ര നേരം എന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, എന്തിനാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം തേയിം അത് പിന്നെ നിന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയാണ്. നമ്മുടെ പോയിക്ക് നാണം വന്നിട്ട് ദൈവന് ചിലപ്പോൾ അടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും റെഡിയായിട്ട് വർക്കിന് പോയിരിക്കുന്നതാണ്. അപ്പോൾ അവരങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് ദൈവമാണെങ്കിൽ ഞാൻ തിരിച്ച് ഗ്രൂപ്പിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് മ്യൂസിക് ചാർട്ട് നോക്കണമെന്ന് ചോദിക്കുകയാണ്. മ്യൂസിക് ചാർട്ടെന്ന് അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സോങ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്പർ 1 ആയി നമ്മൾ കണ്ടതാണ്. അത് പക്ഷേ അത് മാത്രം പോരാ, ഈ ഹിറ്റ് മ്യൂസിക്കിലൊക്കെ നമ്പർ 1 വരണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവരുടെ സോങ്ങും പിന്നെ ഐസിൻ്റെ സോങ്ങും വേറെ കുറച്ച് ഗ്രൂപ്പിൻ്റെ സോങ്ങും എല്ലാം ഓരോരോ ഓർഡറിൽ ഹിറ്റ് സോങ്സിൻ്റെ ചാർട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവരുടെ സോങ് അതിലും നമ്പർ 1 വരണം. അപ്പോൾ അക്കാര്യം പോയി നോക്കട്ടെ എന്നാണ് ഇവർ ചോദിച്ചത്. ആ സമയം പോയാണെങ്കിൽ നീ പോകാനായിട്ടുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ദൈവം എങ്ങനെ എനിക്ക് വർക്കിന് പോകാനും ടൈമായി, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയിക്ക് നെറ്റിയിൽ ഒരു കിസ്സൊക്കെ കൊടുത്തിട്ട് അവൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തെയ്യമാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ ബാക്കി 4 പേർ അവിടെയുണ്ട്. ഇവൻ വന്നതും അവരാണെങ്കിൽ റാപ്പേഴ്സൊക്കെ ഇറങ്ങിയിട്ട് വെൽക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു പൊളിക്കുകയാണ്. ആ സമയം ഒരുപക്ഷേ അവർ മ്യൂസിക് ചാർട്ടിൽ ഒന്നാമത് വന്നതുകൊണ്ടായിരിക്കും ഈ സെലിബ്രേഷൻ എന്ന് കരുതിയിട്ട് അവനാണെങ്കിൽ എന്തു പറ്റി നമ്മൾ മ്യൂസിക് ചാർട്ടിൽ ഒന്നാമത് എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവർ ഇല്ല, പക്ഷേ നീ ഇപ്പം വെച്ചുവിടായില്ലേ അതുകൊണ്ടാണ് പറയുന്നുണ്ട്. കാരണം ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം പോയും നമ്മുടെ തെയ്യം തമ്മിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം നമ്മുടെ തെയ്യം മെച്ചുവേർഡായി. അപ്പോൾ അതിന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം തന്നെ നമ്മുടെ ജുൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം നേരെ അവരാണെങ്കിൽ അകത്തേക്ക് ചെന്നിരുന്നിട്ട് ലാപ്ടോപ്പിൽ ആ ഒരു മ്യൂസിക് ചാർട്ട് നോക്കുകയാണ്. ഓൾറെഡി അത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായെന്നറിയാം. അങ്ങനെ അവർ ഒരുമിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ പാട്ട് ഇതാ നമ്പർ 1 ആയി കിടക്കുക. അവർ പിന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നുണ്ട്. ഉടനെ തന്നെ തെയ്യമും പെപ്പറും എഴുന്നേറ്റിട്ട് മെസ്സേജ് അയക്കാനായിട്ട് പോവാണ് ഒരാൾക്ക്. ആർക്കാണെന്ന് മനസ്സിലാക്കാണല്ലോ, നമ്മുടെ തെയ്യം പോയിക്കും. പെപ്പർ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഗ്യാമിനാണ് മെസ്സേജ് അയക്കാൻ പോയത്. അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ന്യൂസ് വരുന്നത്. അത് കണ്ടിട്ട് അവരുടെ മുഖമെല്ലാം വല്ലാണ്ട് മാറുന്നുണ്ട്. ഇതേസമയം പോയിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ വണർ എൻ്റർടൈൻമെൻറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയമാണ് ഈ ഒരു ന്യൂസ് കണ്ടിട്ട് ഫേണും അവനെ കോൾ ചെയ്യുന്നത്. എന്നിട്ട് നീ ആ ന്യൂസ് കണ്ടോ, ആ ന്യൂസ് കണ്ടിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നോ, അറിയാമെങ്കിൽ ഇനി എന്താ എന്നോട് പറയാത്തേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹെഡ്ലൈൻ കിടക്കുന്നത് ഒരു ഐഡോളിനെ അയാളുടെ സ്പെഷ്യലായിട്ടുള്ള ഒരാളുമായിട്ട് ഒരുമിച്ച് കണ്ടു, അയാളുടെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറയുന്നതാണ്. ആ സമയം പോയിക്ക് ടെൻഷനായി. കാരണം തൻ്റെയും തെയ്യമിൻ്റെയും റിലേഷൻ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇതേസമയം ഫോണിൽ കൂടെ ബൈ ഫൺ, നീ എന്താ ഒന്നും മിണ്ടാത്തേ, നീ എന്താ ഇതിനെക്കുറിച്ച് എന്നോട് നേരത്തെ പറയാത്തേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ സോറി, അത് പിന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ വിഷമിച്ചിട്ട് എന്തിനാ അത് എൻ്റെ ബയാസായി എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് ആലോചിക്കുന്നത്, ബയാസോ, അവളുടെ ബയാസ് പെപ്പറല്ലേ എന്നിങ്ങനെ ആലോചിച്ചിട്ട് അവൻ ആ ന്യൂസ് നോക്കുവാണ്. നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൻ്റെയും ദൈവിൻ്റെ റിലേഷനല്ല പുറത്തു വന്നത്, പെപ്പറിൻ്റെ ഗ്യാമിൻ്റെയാണ്. അതും ആ ഫേസ് ഗ്യാമിൻ്റെ ക്ലിയർ അല്ല, എന്നാൽ പെപ്പറാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതാണെങ്കിൽ വലിയൊരു ന്യൂസായിട്ടുമുണ്ട്. ഇതേസമയം ഗ്രൂപ്പിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് അവരെല്ലാവരും ഈ ഒരു ന്യൂസ് ലീക്കായത് അറിയുവാണ്. ഗ്യാമിൻ്റെ ഫേസ് ക്ലിയർ ആവാത്തതുകൊണ്ട് തന്നെ അവളാണെന്ന് ഇതുവരെയായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ എല്ലാ ഫാൻസും നമ്മളെപ്പോഴും കാണുന്ന പോലെ തന്നെ നല്ലതുപോലെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാവരും പറയുന്നത് അവനാണെങ്കിൽ നമ്മളെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നമ്മളെ ഫാൻസിനെല്ലാം അവൻ പറ്റിക്കുമായിരുന്നു. ഇനി ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യില്ല, അവൻ്റെ ഗ്രൂപ്പിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, ഐഡോൾസ് ഒന്നും ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഗ്യാമും ഇവരുടെ ഇടയിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഈ സംസാരം എല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. കാരണം അവളാണ് ഇതെന്ന് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ വെച്ചും പലരും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇതേസമയം വണ്ടർ എൻ്റർടൈൻമെൻറ്റിൽ കാണിക്കുമ്പോൾ അവിടെ ഫുൾ തിരക്കും പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ഒത്തിരി കോൾസ് വരുന്നുണ്ട്. ഉടനെ തന്നെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുമെന്നെല്ലാം തന്നെ നമ്മുടെ മിങ്ങെല്ലാം ഫോൺ കോളിൽ കൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പോയി ഓഫീസിലോട്ട് വന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ കാണുന്നത്. അടുത്ത് വീണ്ടും ഗ്രൂപ്പിൻ്റെ വീട് കാണിക്കുമ്പോൾ നമ്മുടെ പെപ്പർ ഇപ്പോൾ ഗ്യാമുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് വരുമ്പോൾ ബാക്കിയുള്ളൊരു ഗ്യാമെന്ന് പറഞ്ഞു അവൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പെപ്പറാണെങ്കിൽ അവൾ നിങ്ങളോട് എല്ലാവരുടെ അടുത്തും നിങ്ങൾ ഓക്കെ ആണോ സോറി പറയാനായിട്ട് പറഞ്ഞു, ഞാൻ കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, ഇത്രയും ഹേറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പാട്ട് നമ്പർ 1 ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പോൾ നീയാണെങ്കിൽ പോയി ഗ്യാമിനെ മീറ്റ് ചെയ്യും, അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം, ഞങ്ങളെല്ലാവരും ഓക്കെയാണ്, നീ ടെൻഷൻ ആവണ്ടെന്ന് പറയുന്നുണ്ട്. പെപ്പറപ്പോൾ പക്ഷേ മ്യൂസിക്
റിസോർട്ടിൻ്റെ കാര്യം നോക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ജുന്ന് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം പോകാനായിട്ട് പറയുന്നുണ്ട്. ഡൈലാനും അപ്പോൾ അത് തന്നെ എന്തായാലും നിൻ്റെ റൂമിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യണ്ട, കാരണം അവിടെ മൊത്തം ഫാൻസ് ആയിരിക്കും, നിങ്ങൾ വേറെ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നാനോയും ഇവൻ്റെ കയ്യിൽ ഇവനെ തിരിച്ചറിയാതിരിക്കാൻ ഒരു മാസ്ക് എടുത്ത് കൊടുത്തിട്ട് പോയിട്ട് വാന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവനാണെങ്കിൽ ഗ്യാമിനെ മീറ്റ് ചെയ്യുന്നതാണ്. ഗ്യാമിനെ കണ്ടപ്പോൾ തന്നെ ഇവനാണെങ്കിൽ ഗ്യാമിനോട് സോറി പറയുന്നുണ്ട്. ഗ്യാം ഇപ്പോൾ എന്നോട് എന്തിനാ സോറി പറയുന്നത്, നമ്മൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ തുടങ്ങിയത്, ഗ്രൂപ്പിൻ്റെ കാര്യം എന്തായി, നിങ്ങളാണെങ്കിൽ പ്രസ് കോൺഫറൻസ് എന്തെങ്കിലും വെച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഗ്യാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പാട്ട് നമ്പർ 1 ആവണ്ടേ, ഈ ഒരു പ്രശ്നം കാരണം അത് മുടങ്ങി പോകുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് തനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് പറയാം. ഇതേ സമയം ഗ്യാം തൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും പെപ്പറിൻ്റെ ഗ്രൂപ്പിനെയും കുറിച്ച് ടെൻഷൻ അടിക്കുന്നതായിട്ട് അവൻ അവളെ തന്നെ നോക്കിയിരുന്നിട്ട് ചിരിക്കുവാണ്. ആ സമയം അവൾ ഞാനിവിടെ ടെൻഷനാകുമ്പോൾ നീ എന്തിനാ ചിരിക്കുന്നതെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ ഇല്ല നീ ഞങ്ങളെക്കുറിച്ച് ഇത്ര ആലോചിക്കുന്നുണ്ടിട്ട് ഞാൻ ഇമ്പ്രസ്ഡായി പോയതാണ്, നിന്നെക്കാളും നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹഗ് ചെയ്യുന്നുണ്ട്. അതേസമയം ഗ്യാം മറ്റൊരു കാര്യം പറയാണ്, പക്ഷേ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഈ ലീക്കായ ഫോട്ടോ നീ ഗ്രൂപ്പിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനൊക്കെ മുന്നേ എടുത്ത് ഒത്തിരി നാളായ ഫോട്ടോ അല്ലേ, അപ്പോൾ പിന്നെ ഈ ഫോട്ടോ ഇപ്പോൾ എങ്ങനെ ലീക്കാവാനാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയമാണ് പെപ്പർ എന്തോ ആലോചിച്ചിട്ട് നമ്മുടെ തെയ്മിനെ കോൾ ചെയ്യുന്നത്. തെയ്മിനെ കോൾ ചെയ്ത് ഇതേ കാര്യം പറയുമ്പോൾ തെയ്യം ഇപ്പോൾ ഓൾറെഡി വണ്ടർ എൻ്റർടൈൻമെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. തെയ്യം അതിന് മറുപടിയായിട്ട് അവനോട് പറയാണ്, ഇതേ സെയിം കാര്യം ഡീലാൻ എന്നോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ ഫോട്ടോസ് ആരോ മനഃപൂർവ്വം അത് അപ്ലോഡ് ചെയ്തതാണ് കൊടുക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കമ്പനിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കെട്ടിയാണ്. അവനങ്ങനെ നേരെ കമ്പനി കയറി പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പോയും മിക്കും നടന്നു വരുന്ന കാണുന്നത്. തെയ്മിനെ കാണുന്നത് മിക്കാണെങ്കിൽ നിന്നെ CEO കാണണമെന്ന് പറഞ്ഞു നീ അങ്ങോട്ടേക്ക് ചെല്ലാനായി പറയുന്നുണ്ട്. എന്നാൽ അവിടെ പോയിനെ പിടിച്ച് വെച്ചേക്കുന്ന കണ്ടിട്ട് അല്ല ഇവൻ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മിക്ക് അതൊക്കെ നിനക്ക് ഉടനെ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന ടൈമിന് തെയ്യം ഇപ്പോൾ അവിടെ കയ്യിലൊന്ന് പിടിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ CEOയുടെ ഓഫീസിലേക്ക് ചെന്നിട്ട് നിങ്ങളല്ലേ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തത്, ഞങ്ങളുടെ ആ ഒരു പാട്ട് ഹിറ്റാവാതിരിക്കാനാണോ നിങ്ങൾ ഈ പണി ഒപ്പിച്ചത്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഒന്നിക്കാതിരിക്കാനാണോ നിങ്ങൾ ഈ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം CEO ആ ഒരു ഫോട്ടോ ലീക്കാക്കിയത് ഞാൻ തന്നെയാണ്, പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തെയ്യമും പോയും ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് എടുത്ത് കാണിക്കുവാണ്. എന്നിട്ട് ഈ ഒരു ന്യൂസ് പുറത്ത് വരാതിരിക്കാനാണ് ഞാൻ പെപ്പറിൻ്റെ ന്യൂസ് എടുത്തിട്ടത്, അതാകുമ്പോൾ നിൻ്റെ റിലേഷൻ പുറത്ത് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട് തെയ്യം ദേഷ്യം വന്നിട്ട് അതിന് നിങ്ങൾ എന്തിനാ പെപ്പറിനെ കുടിക്കുകയെന്ന് ചോദിച്ചപ്പോൾ CEO നീയും പെപ്പറും നിങ്ങൾ രണ്ടുപേരും റൂൾസ് ബ്രേക്ക് ചെയ്തു, പക്ഷേ നിന്നെ രക്ഷിക്കുന്നതാണ് എനിക്ക് എളുപ്പം, കാരണം നീയെന്ന് പറഞ്ഞാൽ അവരെക്കാളും ഹൈ ആണ്, നീയെന്ന് പറഞ്ഞാൽ എനിക്ക് ബിസിനസ്സാണ്, അവരെ നാലേരി വെച്ച് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും രക്ഷിക്കേണ്ടത് നിന്നെ ഒരാളെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. തെയ്യം അപ്പോൾ പക്ഷേ നിങ്ങൾ പോയിനതിന് എന്താ ചെയ്യാൻ പോകുന്നത്, അവനെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് CEO അവൻ കാരണം തന്നെയല്ലേ ഇത്രയും ഉണ്ടായതും നിങ്ങളുടെ ഗ്രൂപ്പ് ഒന്നിച്ചേരാനൊക്കെ കാരണം, അപ്പോൾ അതിനുള്ള പണിഷ്മെൻറ്റ് അവന് കിട്ടണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ഇതേസമയം പോയിനെ കാണിക്കുമ്പോൾ മിക്കാണെങ്കിൽ പോയിലെടുത്ത് നീ എടുത്ത എല്ലാ ഫൂട്ടേജും സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് എല്ലാം കൈമാറിയിട്ട് പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നമ്മുടെ മിങ്ങും ടീം എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മിക്കൊന്നും പറയുന്നില്ല, പോയി ഒന്നും പറയുന്നില്ല. ക്യാമറ എല്ലാം അവിടെ വെച്ചിട്ട് ആ ഒരു ബാഗ് കൊടുത്ത് അവിടെ നടന്നു പോവുകയാണ്. വീണ്ടും തെയ്മിനെ കാണിക്കുമ്പോൾ ഇപ്പോഴും ആ CEOയോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതിനൊന്നും തെറ്റും ചെയ്തില്ലല്ലോ, നിങ്ങൾക്ക് പണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ പണിഷ് ചെയ്തോളാൻ പറയാണ്. ആ സമയം CEO ആണെങ്കിൽ പക്ഷേ നീ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിൻ്റെ ഗ്രൂപ്പിനെ വേണോ നിന്നെ ഒറ്റയ്ക്ക് വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തായാലും നിന്നെ സെലക്ട് ചെയ്യുള്ളൂ, ഐസിനെ വേണോ നിന്നെ വേണമെന്ന് വെച്ചാലും ഐസ് എത്ര വലിയ ഐഡോളായാലും നിന്നെ ഞങ്ങൾ ചൂസ് ചെയ്തുള്ളൂ, കാരണം നിന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയത്തേയും നിങ്ങൾക്ക് ബിസിനസ് എന്ന കാര്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ ചൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ CEO അഫ്കോഴ്സ് അതുകൊണ്ട് മാത്രം തന്നെയാണ്, നിനക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. തെയ്യം അവരുമായിട്ട് വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ നടക്കുന്നില്ല. അങ്ങനെ അവൻ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ടൈമിന് അവൻ പോയിനെ കോൾ ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. പിന്നെ അവൻ മിക്കിനെ കോൾ ചെയ്തിട്ട് നിങ്ങൾ പോയിനെ എങ്ങോട്ടേക്കാണ് പറഞ്ഞയച്ചത്, അവൻ നിങ്ങൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മിക്ക് പുറത്താക്കി എന്ന് പറയാണ്. ആ സമയം നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്താൽ, നിങ്ങളെക്കാളും വന്നിട്ട് അവൻ ജോലി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മിക്ക് അത് ശരിയാ, അവനുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു, അതുകൊണ്ട് ഞാൻ അവനെ പറഞ്ഞു വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ പിന്നെ പോയി എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെയുണ്ട്, അവനെങ്ങനെ പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഒരു മാറ്റം വരുത്തി, അവൻ ഇനി മാർസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ആയിരിക്കത്തില്ല, പകരം അവൻ ഇനി ഐസിൻ്റെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം പോയിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഐസിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അവനവിടെ ക്യാമറയും വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
അങ്ങനെ ആ ഒരു ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ ഐസ് പോയിടത്ത് വന്നിട്ട് എൻ്റെ ബാഗ് താഴെ ഇരിക്കുകയാണ്, ഒന്ന് പോയി എടുത്തിട്ട് വരാമോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതെടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവനെ വലിച്ച് ഒരു സ്റ്റോർ റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് നീ ഓക്കെ ആണോ, നീ സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയം നീ ടെൻഷൻ ആവാതിരിക്കുകയും ഞാൻ ഓക്കെയാണ്, പുറത്ത് ഫുള്ള് പ്രശ്നം നടക്കുക, എന്തായാലും നീ ഇപ്പം എന്നെ കാണാൻ വന്നല്ലോ, നീയും സേഫായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മൾ രണ്ടുപേരും ഓക്കെ ആയിരിക്കും, നീ ഉറപ്പ് വരുത്തുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ നീ എന്തായാലും ഇപ്പോൾ തിരിച്ചു പോക്കോ, പുറത്ത് ഫുള്ള് പ്രശ്നമല്ല, ആരും കാണണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ്. അതിന് മുമ്പേ ഒന്നുകൂടെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഇവൻ്റെ ഫോണിൽ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് പോകുന്നതിന് മുമ്പേ ഒന്നുകൂടെ കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ കോൾ ചെയ്തുകൊണ്ടിരുന്ന ജുന്നിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ജുന്നപ്പോൾ നമ്മുടെ ഫാൻ ബേസ് അക്കൗണ്ട് റെസ്റ്റായി എന്ന് പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് മനസ്സിലായില്ല. അവരുടെ ഫാൻ ബേസ് അക്കൗണ്ട് മേ ബി ഈ ന്യൂസിനെ കുറിച്ചുള്ള റൂമേഴ്സ് ഇറക്കുന്നത് നിർത്തി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും അവർ റെസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല ഗൈസ്, നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്കും കോൾ കട്ട് ചെയ്തിട്ട് പോയിടത്തും ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിയുമ്പോൾ ഒന്ന് ഷോക്കായിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ അക്കൗണ്ട് റെസ്റ്റിലായെന്നും പറഞ്ഞിട്ട് പോസ്റ്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടോണ്ടേ അവൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബൈഫേണിന് കോൾ ചെയ്യാണ്. ആക്ച്വലി നമ്മുടെ ബൈഫേൺ നടത്തുന്ന അക്കൗണ്ടാണിത്. അവളാണ് ഈ നമ്മുടെ മാഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ഫാൻ ബേസ് അക്കൗണ്ട് കൊണ്ട് നടക്കുന്നത്. എന്നാൽ അവളൊരു വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾ മാഴ്സിൻ്റെ ഒരു കട്ട ഫാനാണെന്നും ആർക്കും അറിയത്തില്ല. നമ്മുടെ പോയിക്ക് മാത്രമേ ഇത് ഇവളുടെ അക്കൗണ്ടാണെന്ന് അറിയത്തുള്ളൂ. അങ്ങനെ ബൈഫേണിനെ കോൾ ചെയ്യുമ്പോൾ അവൾ കോൾ എടുക്കുന്നില്ല മനഃപൂർവ്വം. അവനങ്ങനെ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് എന്താ പ്രശ്നം, നീ എന്തിനാണ് നിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ പെട്ടെന്ന് കൊണ്ട് നിർത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ എന്തായിരിക്കും നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവനെ കോൾ ചെയ്ത് സംസാരിക്കുകയാണ്. ആ സമയം അവൻ നീയാണെങ്കിൽ ഫാൻ ബേസ് അക്കൗണ്ടാണ് നടത്തുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വലിയ ഫാൻ ബേസ് അക്കൗണ്ട് ഒറ്റയടിക്ക് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ ഫാൻസ് പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തിയെന്ന. അപ്പോൾ അവർക്ക് അത് വലിയൊരു ഇമ്പാക്റ്റ് ആവും, വലിയ പ്രശ്നമാവും എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈഫേണാണെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് എൻ്റെ മനസ്സ് പറയുന്ന കേട്ടിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ന്യൂസൊക്കെ കാരണം ഞാനാണെങ്കിൽ എൻ്റെ മനസ്സ് മൊത്തത്തിൽ തകർന്നങ്ങിരിക്കുക. അപ്പോൾ ഇതിലും ഞാൻ എൻ്റെ മനസ്സ് പറയുന്നതല്ലേ കേൾക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത് തേമിനെ കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഇവരുടെ പുതിയ റിലീസായ സോങ് ഇപ്പോൾ പെർഫോം ചെയ്യാനായിട്ട് നിൽക്കുകയാണ് സ്റ്റേജിൽ. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും ഡ്രസ്സ് ചെയ്തിങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ഓൾറെഡി ഇവരുടെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജുന്നിനോട് എന്തായി നോക്കുമ്പോൾ ജുന്ന് അത് വേണമെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കണം. അതായത് ഐഡോൾസിന് എന്തുകൊണ്ട് ഡേറ്റ് ചെയ്യാൻ പാടില്ല, അവർക്ക് അവരുടെ പ്രൈവറ്റ് ലൈഫ് വേണ്ടേ എന്നുള്ള രീതിയിലൊക്കെ അത് അവർ ഓപ്പണായിട്ട് സംസാരിച്ചല്ലോ എന്ന് കരുതിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ പെപ്പറിൻ്റെ ഈ ഒരു ന്യൂസ് കാരണം ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി അറിയാത്തവർ പോലും അറിഞ്ഞു. ഒത്തിരി പേര് സെർച്ച് ചെയ്ത് നോക്കി. മോസ്റ്റ് സെർച്ച്ഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പായി മാറി. അപ്പോൾ ഇവർക്ക് ഇതുകൊണ്ട് നെഗറ്റീവ് മാത്രമല്ല, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജും ആക്കാൻ പറ്റും. അതിന് ഇവർ ഓപ്പണായിട്ട് സംസാരിക്കണം. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചവരെന്നാണ് ഇവർ ആലോചിക്കുന്നത്. ആ സമയം പക്ഷേ ഫാൻസ് അഥവാ നമ്മളോട് തിരിച്ച് നിങ്ങൾ ഐഡോളാവുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ റൂൾസ് അറിഞ്ഞിരുന്നതല്ലേ ഡേറ്റ് ചെയ്യാൻ പാടില്ലാന്ന്, പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും ചോദിക്കുന്നുണ്ട്. ആ സമയം എല്ലാ ആൾക്കാർക്കും സ്നേഹിക്കാൻ അവസരമുണ്ട്. ഈ ലോകത്തെ എല്ലാ ആൾക്കാർക്കും ഐഡോളാവാനാണ് ആഗ്രഹമെങ്കിൽ അവരാരെങ്കിലും ഈ റൂൾസൊക്കെ നോക്കാൻ നിൽക്കുമോ, അവർ സ്നേഹിക്കത്തില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണേലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എനിക്ക് ജസ്റ്റ് ഫാൻസ് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ചോദിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു മറുപടി പറയാൻ പറ്റുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേസമയം പെപ്പറാണെങ്കിൽ ഞാൻ ഗ്യാവിനെ വിളിച്ച് ഇതിനെപ്പറ്റി പറയാമെന്ന് പറയുന്നുണ്ട്. അതേസമയം പിന്നെയും കാണിക്കുമ്പോൾ അവൻ ബൈഫേണിനോട് സംസാരിച്ചിട്ട് ഫേൺ നീ തന്നെ പറ, ഇപ്പോൾ അവൻ ഒരാളെ ഡേറ്റ് ചെയ്യുന്നു, നീയാണെങ്കിൽ അവനതിൻ്റെ ബയാസായിട്ട് വച്ചേക്കുക, ഈ ഒരു ന്യൂസ് അറിഞ്ഞതോടെ നിനക്ക് അവനോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൾ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഒരല്പം കുറഞ്ഞു. കാരണം അവർക്ക് നമ്മളോടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ അവർ മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുമ്പത്തെ പോലെ അവർ സ്നേഹിക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ടെന്ന് പറയാണ്. ഞാൻ അവരുടെ കൂടെ കുറച്ച് കാലം വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു അറിവിൽ പറയുക, അവരെന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഫാൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് അവർ ഇത്രയും ലെവലിലെത്തിയത്. അവരുടെ ആഗ്രഹം അവർക്ക് സാധിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളൊരു ദിവസം പെട്ടെന്ന് അവരിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ്, അവരുടെ ഫാൻസ് അല്ലാത്ത ആൾക്കാർക്ക് അവരെ ഇപ്പോൾ അങ്ങ് താഴത്തേക്ക് കൊണ്ടുവരാൻ ഒത്തിരി എളുപ്പമായിരിക്കും. അവരെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നീ ആ അക്കൗണ്ട് വീണ്ടും തുടങ്ങണം. അവരുടെ ഫാൻ ബേസ് അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കുള്ള സപ്പോർട്ട് പോകും. നീ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പോയിടെ വാക്കുകൾ എന്തോ നമ്മുടെ ബൈഫേണിന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവളങ്ങനെ ഓക്കെ ഞാൻ അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ആക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത് വീണ്ടും തേമിനെയൊക്കെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യം വിളിച്ചിട്ട് നമ്മുടെ പെപ്പറാണെങ്കിൽ
നമ്മുടെ ഗ്യാമിനോട് പറയുന്നുണ്ട്. ഗ്യാം ഇപ്പോൾ അവരോട് സംസാരിക്കുകയാണ്. സ്പീക്കർ കോളിലാണുള്ളത്. ഗ്യാം അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ, ഞാനും എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ഗ്യാമിന് കുറേ മെസ്സേജ് വരുന്നുണ്ട്. അതായത് നീയാണ് പെപ്പറിനെ ഡേറ്റ് ചെയ്യുന്നത്, നീ അവന് ചേരത്തില്ല, സത്യം പറ നീയല്ലേ ആ പെങ്കൊച്ച് ഫോട്ടോയിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്. അവളാണെങ്കിൽ എന്തിനും റെഡിയായി നിൽക്കുന്നൊരു പെങ്കൊച്ചാണ്. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ മെസ്സേജസ് വരുമ്പോൾ അവളും ടെൻഷനാവുന്നുണ്ട്. അതിനുശേഷം മാർസ് ഗ്രൂപ്പിനെ കാണിക്കുമ്പോൾ ഇവർ ന്യൂ റിലീസ്ഡ് സോങ് പെർഫോം ചെയ്യാണ്. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ആങ്കർ വന്ന് ഇവരോട് സംസാരിക്കുകയാണ്. നമ്മുടെ തേം ഈ ഒരു വിഷയത്തെപ്പറ്റി ഓപ്പണായി സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഫാൻസ് എല്ലാവരും ഭയങ്കര മോശമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ട് കമൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഗ്യാമാണ് ആ പെൺകുച്ചെന്ന്. കാരണം ആരോ ഒരാൾ നമ്മുടെ ഗ്യാമിൻ്റെ ഫോട്ടോ പെപ്പറിൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ലീക്കാക്കിയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ ഗ്യാമാണ് ഗേൾ ഫ്രണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കമൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല, അവളെന്ത് പ്രായമുള്ളവളാ, നിൻ്റെ ടൈപ്പ് ഇതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി കമൻസ് ലൈവിൽ കൂടെ പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പെപ്പറൊക്കെ കാണുന്നുണ്ട്. ഇതേ സമയം ആങ്കറിൻ്റെ ഒരു മെസ്സേജ് വരുവാണ്. അതായത് ഇവരുടെ കമ്പനി ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോവാണെന്ന്. അങ്ങനെ ഇവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാൻ നിൽക്കാതെ ആ പെങ്കൊച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. വണ്ടർ എൻ്റർടൈൻമെൻറ്റ് ഇവരുടെ കാര്യത്തിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ഇവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് മിക്കിൻ്റെ ഫോൺ വാങ്ങിച്ച് നിങ്ങൾ പ്രസ് കോൺഫറൻസ് എന്തായി ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം വണ്ടർ എൻ്റർടൈൻമെൻറ്റിലും എല്ലാം ലീക്കായി. അതായത് ഗ്യാമാണ് ആ പെങ്കൊച്ചെന്ന്. നമ്മുടെ പോയും ഫോണിൽ നോക്കുമ്പോൾ ഗ്യാമിൻ്റെ ഫോട്ടോ എല്ലാം പോസ്റ്റായിരിക്കുന്ന കാണുന്നുണ്ട്. നമ്മുടെ ഐസും ഇത് കാണുന്നുണ്ട്. ഐസാണെങ്കിൽ പറയുന്നുണ്ട് ഈ ആൾക്കാരെന്തിനാ അവൾ ആരെയോ കൊന്ന പോലെ ഇത്രയും അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നതെന്നൊക്കെ. അതേസമയം ഒരുപാട് പേര് പറയുന്നുണ്ട് അവളെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലെന്ന്. കാരണം ഗ്യാമെന്ന് പറയുമ്പോൾ പെപ്പറിനെക്കാളും ഒത്തിരി മൂത്തൊരു പെങ്കൊച്ചാണ്. നല്ല ഏജ് ഗ്യാപ്പുണ്ട്. പിന്നെ ഫാൻസിന് ഏജ് ഗ്യാപ്പ് ഇല്ലെങ്കിലും എന്താ പറയാനാ, ഡേറ്റ് ചെയ്താൽ പിടിക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഒരു ഹെയ്റ്റ് വരുന്നുണ്ട്. ഇതേസമയം പെപ്പർ ഗ്യാമിനെ വിളിക്കുമ്പോൾ ഗ്യാം കോൾ എടുക്കുന്നുമില്ല. അതേസമയം ഗ്യാം തേമിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ തേം നീ എന്താ അവൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഗ്യാം എനിക്ക് ഫസ്റ്റ് നിന്നോട് സംസാരിക്കണം, ഞാനിപ്പോൾ കമ്പനിയായിട്ട് സംസാരിച്ചു, അവർ പ്രസ് കോൺഫറൻസ് വയ്ക്കാൻ പോവുകയാണല്ലേ, പക്ഷേ എൻ്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം എനിക്ക് പെപ്പറിനോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്തതനുസരിച്ച് ഇവരെല്ലാവരും അവിടെ എത്തുന്നതാണ്. ഫസ്റ്റ് തന്നെ മിങ്ങ് വന്നിട്ട് ഇവിടെ ഇപ്പോൾ മാർസ് ഗ്രൂപ്പ് അവരുണ്ടായ റൂമറിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പോവുകയാണ്. പെപ്പർ തന്നെ നേരിട്ട് ക്ലാരിഫൈ ചെയ്യും അത് സത്യമാണോ ഇല്ലയെന്ന്. പെപ്പർ എന്തായാലും ഇപ്പോൾ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെപ്പർ മൈക്കെടുത്തിട്ട് ഞാൻ മാർസിൻ്റെ മെമ്പറായിട്ടുള്ള പെപ്പറാണ്, നിങ്ങൾ ആ കേട്ട ന്യൂസ് സത്യം തന്നെയാണ്, പക്ഷേ ഞാനും ഗ്യാമും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നേരത്തെ ഗ്യാമും പെപ്പറും സംസാരിച്ച കാര്യം കാണിക്കുന്നത്. ഗ്യാമും പെപ്പറിനോട് നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയുന്നുണ്ട്. ആസം പെപ്പർ നമ്മൾ ബ്രേക്കപ്പ് ആയതുപോലെ അഭിനയിക്കുന്നു, അതാണല്ലേ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞപ്പോൾ ഗ്യാം അല്ല നമുക്ക് ശരിക്കും ബ്രേക്കപ്പ് ആവാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അവൾ എനിക്ക് വേറൊന്നും പറയാനില്ല, നമുക്കിത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ അവൻ അവളുടെ കൈ പിടിച്ച് നിർത്തുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരവും അവൾ അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെപ്പറിന് നല്ല സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പം എന്താ പെട്ടെന്ന് പറ്റിയത്, എപ്പോഴും ഒരുമിച്ചുണ്ടാവുമെന്ന് പറഞ്ഞതല്ലേ, നിൻ്റെ ഫോട്ടോസ് ലീക്കായാലും നിനക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവളാണെങ്കിൽ ആൾക്കാരെല്ലാവരും ഞാൻ ആരെയും കൊന്നതുപോലെയാണ് എന്നെ ഒരുമാതിരി ഇട്ടാണ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, ഞാൻ ഇത്രയും ഒരു ലെവലിലെത്തിയത് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്, ഈ ഒരു ന്യൂസ് കാരണം അത് കളയാൻ എനിക്ക് താല്പര്യമില്ല, നിൻ്റെ ലൈഫും കളയാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവിടം വരെ എത്തിയത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്, അതൊരിട്ട ന്യൂസ് കാരണം എനിക്ക് കളയാനോ നഷ്ടപ്പെടുത്താനോ പഴയതുപോലെ താഴത്തേക്ക് എത്താനോ എനിക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താമെന്നും പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോൾ പെപ്പറാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ നേരത്തെ ബ്രേക്കപ്പ് ആയതാണ്, സത്യമാണ് ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കൊരു ഡേറ്റിങ്ങിൻ്റെ രീതിയിലായിരുന്നു, എന്നാൽ ഞങ്ങളിപ്പോൾ കൊളീഗ്സ് മാത്രമാണ്. ഫസ്റ്റ് ലീക്കായ ഫോട്ടോ അത് കഴിഞ്ഞ വർഷം എടുത്തതാണ്, പിന്നീട് വന്നൊരു ഫോട്ടോ അത് 3 മാസം മുമ്പ് എടുത്തതാണ്, പക്ഷേ ആ സമയത്തൊന്നും ഞങ്ങൾ റിലേഷനിലായിരുന്നില്ല, എൻ്റെ മനസ്സിൽ എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സും നിങ്ങൾ ഫാൻസും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന ഫാൻസിൽ അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫാൻസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ദേഷ്യം വരിക, സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് അവർ തന്നെയല്ലേ ഇവരെല്ലാവരും വെറുക്കുന്നതും അവരുടെ ലൈഫ് നശിപ്പിക്കുന്നതും ഒക്കെ. ഇപ്പോൾ പെപ്പർ പറഞ്ഞ ഈ കാര്യമെല്ലാം അവിടെ ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ പോയും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ആ സമയം ഒരു ഫാന് പുതിയ സോങ് റിലീസായപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നവും വന്ന് കയറിയല്ലോ എന്ന് പറയുന്നുണ്ട്. പെപ്പറപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ഓക്കെയാണ്, നിങ്ങളെല്ലാവരും ഈ ഒരു പ്രശ്നമൊക്കെ മറന്ന് ഈ പാട്ടൊന്ന് എൻജോയ് ചെയ്യുക, ഈ പാട്ടിനെ എല്ലാവരും ഹിറ്റാക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രസ് കോൺഫറൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. CEO അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും തിരിച്ചു പോവുകയാണ്. പിന്നീട് കാണുന്നത് പോയാണെങ്കിൽ തനിക്ക്
ഗ്യാമിനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാം വരുന്നുണ്ട്. ആ സമയം പോകും. ഞാൻ വിചാരിച്ചു മേ ബി വരത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗ്യാം എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പോവുകയാണെങ്കിൽ എന്തിനാ അങ്ങനെ ചെയ്തത്, തെയ്യം ഒരു ഐഡിയ കണ്ടുപിടിച്ച് വന്നതല്ലേ, നീയും അത് ചെയ്യാൻ സമ്മതിച്ചല്ലേ, പിന്നെ എന്തൊരു പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കളഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഗ്യാമാണെങ്കിൽ അത് പിന്നെ അവരുടെ പാട്ട് ഈ ഒരു പ്രശ്നം കണ്ടിന്യൂ ആയിക്കഴിഞ്ഞാൽ നമ്പർ 1 ആവത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു കാര്യം കാണിക്കുന്നത്. നേരത്തെ തെയ്യം പറഞ്ഞ ആ ഒരു ഐഡിയ ഫോൺ കോളിൽ കൂടെ ഗ്യാം സമ്മതിച്ചായിരുന്നു. അതിനുശേഷം ഇവരുടെ പാട്ടില്ല മ്യൂസിക് ചാർട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് 1-ാം സ്ഥാനത്തായിരുന്നു ഇവരുടെ പാട്ട്. ഈ ഒരു ന്യൂസ് കാരണം 5-ാം സ്ഥാനത്തെത്തി. അതായത് ഇവർക്ക് ജയിക്കാൻ ഒരു അവസരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഗ്യാം ഇങ്ങനെയൊക്കെ ചെയ്തത്. ഗ്യാമാണെങ്കിൽ പെപ്പറിൻ്റെ അടുത്ത് ചെന്നിട്ട് തനിക്ക് തൻ്റെ ജോലിയാണ് ഇമ്പോർട്ടൻറ്റ്, താൻ ഈ നിലയിലെത്തിയതാണ് ഇമ്പോർട്ടൻ്റ് എന്നെല്ലാം അവൾ കള്ളം പറഞ്ഞതാണ്. പെപ്പർ ആ ഒരു ഗ്രൂപ്പിൽ നിലനിന്ന് ഇവരുടെ ഗ്രൂപ്പ് ഡിസ്ബാൻഡ് ആവാതിരിക്കാനും മെമ്പേഴ്സിൻ്റെ കൂടെ എപ്പോഴും ഇവരുടെ ഡ്രീം എന്താണോ അതിലെത്തിച്ചേരാനും വേണ്ടി അവൾ കള്ളം പറഞ്ഞതാണ്. കാരണം പെപ്പറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് അവളാണെങ്കിൽ ഒത്തിരി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോയോട് പറയുന്ന സമയത്ത് പോയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷേ അവനുമായിട്ട് ബ്രേക്കപ്പ് ആവണ്ടായിരുന്നു. ബ്രേക്കപ്പ് ആയെന്ന് കള്ളം പറഞ്ഞാൽ പോരായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അവളാണെങ്കിൽ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവൻ ഫാൻസിനോട് കള്ളം പറയേണ്ടി വന്നേനെ. അത് ഇതിനേക്കാളും വലിയ പ്രശ്നമാവത്തില്ലേ. എന്തായാലും ഈ ലോകം ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവൻ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായുണ്ട്. അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ തന്നെ അവനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. പെപ്പർ ഹാഷ്ടാഗ് എന്നും പറഞ്ഞിട്ട് കുറേ പേര്, ഇഷ്ടം പോലെ പേര് വീണ്ടും സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നൈറ്റായപ്പോൾ എപ്പോഴും ഫുഡ് വാങ്ങുന്ന സ്ഥലത്ത് വന്നിട്ട് ഫുഡ് വാങ്ങുന്നതാണ്. ആ സമയം നമ്മുടെ പെപ്പറിനെ കോൾ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അതേ സമയമാണ് ഫാൻസ്, അവിടെ ഇരുന്ന കുറച്ച് ഫാൻസ് അവർ ചെയ്തേന്നും പറഞ്ഞുകൊണ്ട് കൂവി വിളിക്കുന്ന കാണുന്നത്. അപ്പോഴാണ് ആ ഒരു കാര്യം അറിയുന്നത്. ഇവരുടെ പാട്ട് വീണ്ടും നമ്പർ 1 വന്നു, ഇവർ ജയിച്ചു. അങ്ങനെ അവനാണെങ്കിൽ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് തെയ്യം വന്നിട്ട് ഇവൻ്റെ കൈ പിടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവനെ കാണുമ്പോൾ ഒന്ന് ഷോക്കാവുന്നുണ്ട്. തെയ്യം ആ സമയം ഐ ലവ് യു എന്ന് പറയാണ്. ആ സമയമാണ് നേരത്തെ ഗ്യാം പോയൊരിടത്ത് മറ്റൊരു കാര്യം പറയുന്നത് കേൾക്കുന്നത്. അതായത് എൻ്റെ അവസ്ഥയാവാതെ നീയും തെയ്യവും എപ്പോഴും ഒരുമിച്ചുണ്ടാവട്ടെ, നിന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ പറയാണ്. അങ്ങനെ വീണ്ടും ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ പോവുകയാണെങ്കിൽ തെയ്യമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.